വൈശാഖൻ തമ്പി ഇതിനെ എന്തുകൊണ്ട് ഈ കുട്ടീനെ ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ, അയാൾ ഈ കുട്ടി നന്നാവണം എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും മതം തിന്നാൽ ആ കുട്ടി നന്നാവില്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിയാം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഈ പൊട്ടന്മാർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നടക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ കൂടെ വേറൊരാളെ, ഒരു തൊപ്പി വെച്ച ഒരു താമരക്കണ്ണൻ, അവൻ വന്നിരുന്നിട്ട് വൈശാഖൻ തമ്പിനെ ട്രോൾ ചെയ്യാണ്. വൈശാഖൻ തമ്പിയുടെ ശാസ്ത്രീയ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. ഏതോ ഒരു സയന്റിസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് പട്ടിണി വന്ന് മരിച്ചു എന്നുള്ളതാണ് വൈശാഖൻ തമ്പി പറയുന്നത്. ആ സയന്റിസ്റ്റ് മരിച്ചിട്ടുള്ളത് ഒന്നാം ലോക മഹായുദ്ധ കാലത്താണ്. ആൾ പട്ടിണി വന്നും അല്ല മരിച്ചത്. അപ്പോൾ അതൊരു ഫാക്ച്വൽ എററാണ്, സമ്മതിച്ചു, സത്യമാണ്. അതിനെ വൈശാഖൻ തമ്പിയുടെ ശാസ്ത്രീയ അബദ്ധമെന്നാണ് ഈ പറയുന്ന തൊപ്പി വെച്ച താമരക്കണ്ണൻ വിളിച്ചിട്ടുള്ളത്. ഇവന്റെ ശാസ്ത്രം നിങ്ങൾക്ക് അറിയാമല്ലോ, മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ ശാസ്ത്രമാണ് ഇവൻ. ആ ശാസ്ത്രം പറയുന്ന ഇവനാണ് ഫിസിക്സിൽ PhD ഉള്ള, ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച് വലിയ വലിയ നിലകളിൽ എത്തിച്ചിട്ടുള്ള ഒരു പ്രൊഫസറിനെ ഇരുന്ന് കൊണയ്ക്കാൻ വരുന്നത്. ഇവനൊക്കെ എടാ പോയി വല്ല പണിയെടുത്ത് ജീവിക്കടാ. ശരി ശരി. റിക്വസ്റ്റ് ഒന്നല്ല, ധൈര്യം ഉണ്ടെങ്കിൽ പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉറപ്പുണ്ടെങ്കിൽ